ഹലോ നമസ്കാരം എല്ലാവർക്കും അജസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സുരേന്ദ്രേട്ടൻ എടുത്ത ഏകദേശം ഒരു 2-3 ആഴ്ച അതിൻ്റെ തൊട്ട് 2 ആഴ്ച 3 ആഴ്ച സോറി 2 ആഴ്ചയായിട്ടുള്ള എടുത്ത പെരുന്നാളിൻ്റെ തൊട്ട് മുമ്പാടുള്ള ആഴ്ച എടുത്ത 2 കുട്ടികളാണ്. ഇത് നല്ല പക്ക ഒരു മുറ ക്രോസ് ബ്രീഡിലേക്ക് ചായവുള്ള 2 കുട്ടികളാണ്. ഇതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ അപ്ഡേഷൻ വരുന്നതായിരിക്കും. ഇത് നമ്മൾ കൊടുന്നതിന് ശേഷമാണ് മൂക്കയിൽ ഇട്ടേക്കണത്. ഏകദേശം അതിൻ്റെ വലിപ്പം അവരുടെ ഹെഡൊക്കെ കണ്ടില്ലേ നിങ്ങൾ, ഏകദേശം പുറത്തേക്ക് ഇറക്കിയാൽ അതിൻ്റെ സെറ്റപ്പ് മനസ്സിലാവുള്ളൂ കേട്ടോ. ഇത് ഏകദേശം ഒരു 160 കിലോന് മേലേക്ക് ലൈവ് വെയിറ്റ് ഉള്ള കുട്ടികളാണ്. 23,000 രൂപയാണ് വില വന്നേക്കണേ. നല്ല വിലയുള്ള സമയത്താണ് എടുത്തേക്കണേ കേട്ടോ. എന്നാലും ഒരു 160 കിലോ മേലേക്കുള്ള കുട്ടികളാണ്. തീർച്ചയായിട്ടും 170 കിലോന്റെ റേഞ്ച്, 180 കിലോന്റെ താഴെ ആ ഒരു കണ്ടീഷനിലാണ് കുട്ടികളുടെ ലൈവ് വെയിറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ നല്ല എടുക്കുന്ന സമയത്ത് നിൽക്കുന്നത് കണ്ടോ. എല്ലൊക്കെ പ്രത്യേകിച്ച് ഒരു സാധനങ്ങളും തീറ്റയും കൂടി ഒന്നും തുടങ്ങിയിട്ടില്ല, സെറ്റായി വരുന്നതേ ഉള്ളൂ. കണ്ടില്ലേ അവരെല്ലാം മുന്നിൽ നിൽക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ആ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്ന ഒരു റേഞ്ചിൽ തന്നെയാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത്. പിന്നെ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ഏകദേശം എടുത്തിട്ട് എൻ്റെ കയ്യിലായിട്ട് ഇപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ എടുത്ത് 8 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ വീഡിയോ എടുത്തേക്കണേ. ഇപ്പോൾ എടുത്തിട്ട് ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. ഈ വീഡിയോ ഞാൻ എടുക്കുമ്പോൾ കഷ്ടി ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ ചന്തയിൽ നിന്ന് വാങ്ങിച്ചു കൊടുക്കുന്ന അതേ കോലം തന്നെയാണ് ഇപ്പോൾ. പക്ക ഒരു ക്രോസ് ബ്രീഡ് അല്ലെങ്കിൽ ഒരു മുറ ക്രോസിന്റെ കുട്ടികളിലേക്ക് ചായവ്. അതിന്റെ ഹെഡും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതേ കണ്ടില്ലേ, ഹെഡും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിവുള്ളവര്, നിങ്ങൾ കർഷകര് പൂത്തിനെ വളർത്തുന്നവർ കണ്ടറിയാം. നിങ്ങൾ ഫാമിലത്തെ കുട്ടികളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ക്രോസ് ബ്രീഡ് കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ചന്തയിൽ നമുക്ക് ക്രോസ് ബ്രീഡ് കുട്ടികളെ കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തമമായ തെളിവാണ്. നമുക്ക് ക്രോസ് ബ്രീഡ് കുട്ടികളെ ചന്തയിൽ നിന്ന് കിട്ടും. അപ്പോൾ ആരെങ്കിലൊക്കെ വിചാരിക്കുന്നുണ്ടോ ചന്തയിൽ പൂത്തിനെ കിട്ടുമോ, ചന്തയിൽ നല്ല പൂത്തിനെ കിട്ടുമോ, അങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ഓൾ ബട്ടൺ അമർത്തുക. അപ്പോൾ വീണ്ടും ഞാൻ പുതുതായി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ സുരേന്ദ്രേട്ടൻ കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം എടുത്ത പൂത്തിന് ഏകദേശം 1 ലക്ഷത്തിന് മേലെ 120, 125 റേഞ്ചിലാണ് കൊടുത്തത്. ഇപ്രാവശ്യം 28,000 രൂപയ്ക്ക് എടുത്ത പൂത്തിന് എല്ലാവരും കളിയാക്കിയിരുന്നു. അത് വാലൊടിഞ്ഞ പോത്താണ്, ചേടപ്പോത്താണെന്ന്. അതിന് 85,000 രൂപയ്ക്കാണ് കൊടുത്തത്. ഒരു 10 മാസത്തിൽ താഴെ നോക്കിയിട്ടാണ് അതിന് കൊടുത്തത് കേട്ടോ. പിന്നെ ഒരു പെരുമ്പിലാവ് ചന്തയിൽ നിന്ന് എടുത്ത ഒരു പൂത്തുംകൂട്ടിനായിരുന്നു 23 രൂപയുടെ റേഞ്ചിലുള്ളത്. അതിനെ 13 മാസം നോക്കിയിട്ട് 1 ലക്ഷത്തിൻ്റെ മേലെ, 1,10,000 1,315 റേഞ്ചിലാണ് കൊടുത്തത്. 1,10,000 തൊട്ട് താഴെ. അപ്പോൾ ചന്തയിൽ നല്ല കുട്ടികൾ കിട്ടുമെന്ന് ചോദിച്ചാൽ അടിപൊളി കുട്ടികളെ കിട്ടും. ഇതൊന്നും വെറുതെ പറയുന്നതല്ല. അപ്പോൾ ആരും ധൃതി പിടിക്കാതിരിക്കുക. കയ്യിലുള്ള പൂത്തിനെ വിറ്റുപോയി വേഗം ഓടിച്ചൊന്നും വാങ്ങിക്കാതിരിക്കുക. അത് ഈ ഒരു കുട്ടീനെ ഞാൻ നോക്കിയതാണ് കേട്ടോ. ഇനി മിക്കവാറും ഈ ജൂൺ മാസം ലാസ്റ്റ് ഇനി വരുന്ന ചന്തയിൽ നമ്മൾ തീർച്ചയായിട്ടും കയറി കുട്ടികൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. എണ്ണ കൂടുതലാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ തന്നെ നമുക്ക് റേറ്റ് കുറയുമെന്ന് വിചാരിക്കുന്നു. അത് ഈ ഒരു കുട്ടി അത്യാവശ്യം തിരക്കില്ലാത്തൊരു കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ചന്തയിൽ കിട്ടുന്ന കുട്ടികളൊക്കെ ക്രോസ് ബ്രീഡ് കുട്ടികളും ഉണ്ട്. ഒന്ന് എടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും. നമ്മുടെ സുരേന്ദ്രേട്ടൻ കാലങ്ങളായിട്ട് ചന്തയിൽ നിന്ന് എടുക്കുന്നതാണ്. അത് ആൾ സെലക്ട് ചെയ്ത് അതിനൊരു ചെറിയ പൈസ കൂടുതലുണ്ടാവും കേട്ടോ. അതിനൊരു ചെറിയ ഡിമാൻഡ് കൂടുതലുണ്ടാവും. പക്ഷെ അതിൻ്റെ വളർച്ചയും കാര്യങ്ങളും ചെറിയതിലും മാറ്റം ഉണ്ടാവും. അപ്പോൾ ഫാമിലെ കുട്ടികൾ എല്ലാം അത് വിചാരിച്ചിട്ട് നിങ്ങൾ ക്രോസ് ബ്രീഡ് കുട്ടികളാണെന്ന് തെറ്റിദ്ധരിക്കുക. ക്രോസ് ബ്രീഡ് കുട്ടികൾ ഹരിയാന കുട്ടികളാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട. അവര് ഹരിയാനയിൽ നിന്ന് മാത്രമല്ല ഇത് പറക്കി കൊണ്ട് വരുന്നത്. അതിനുള്ളൊരു തെളിവ് ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ കുട്ടികളൊക്കെ നിർത്തിയിരിക്കുന്നത് ഓരോരുത്തർ സെക്ഷനിട്ട് വാങ്ങിക്കുന്നു, പിടിക്കുന്നു, അങ്ങനെയുള്ളൊക്കെ സംഭവങ്ങളാണ്. അതേ കണ്ടോ, ഇതൊരു സെക്ഷൻ മുഴുവൻ ഒരു ടീം മാറ്റി നിർത്തിയിട്ടുള്ളതാണ് കേട്ടോ. അത് പല സ്ഥലത്തേക്ക് ചിലപ്പോൾ കമ്മച്ചം പറഞ്ഞ, അതായത് 18,000 രൂപ മേനി, അല്ലെങ്കിൽ 20,000, 21,000 മേനി, അങ്ങനെയൊക്കെ പറഞ്ഞ് പലരുടെയും കൈകളിലേക്ക് എത്തും. ചിലപ്പോൾ തൂക്കി വരെ ഈ സാധനം നിങ്ങളുടെ കൈകളിൽ എത്തും. അപ്പോൾ ഇവിടെ ചന്തയിൽ നിന്ന് പോലും ഇങ്ങനത്തെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഫാം മേഖലകളിൽ ഇത് എത്രമാത്രം നമ്മുടെ കർഷകർ കബളിപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഇതൊക്കെ നല്ല ബോധ്യത്തോടു കൂടിയായിട്ടാണ് ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞാൻ വെറുതെ വായിക്ക് തോന്നിയത് കോതയ്ക്ക് പറ്റുന്നുള്ള കണ്ടീഷനിൽ പറയുന്നതല്ല. നല്ല ബോധ്യത്തോടു കൂടിയാണ്. പക്ഷെ നമുക്ക് പേര് വെച്ച് ഓരോരുത്തരും അങ്ങനെ പറയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. എന്നിരുന്നാലും ഇതിനെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ ചെറിയ തോതിൽ വരുന്നതായിരിക്കും. ചെറിയ തോതിൽ കേട്ടോ. ഇത് നല്ല നല്ല കുട്ടികൾ നിൽക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോസൊക്കെ
നമ്മൾ ചന്തയിലെ ആളുകൾ കയറിയത് കൊണ്ടും നല്ല തിരക്കുള്ളതുകൊണ്ടും നമ്മൾ അവരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി പരമാവധി ഉള്ളിൽ കയറി നിൽക്കാണ്ടിരിക്കുന്നതാണ്. ഇതിലൊക്കെ നല്ല തലയെടുപ്പുള്ള കുട്ടികൾ ഒത്തിരി ഉണ്ട്. ജസ്റ്റ് ഞാൻ ലാസ്റ്റ് ബാക്കിൽ നിന്നൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ തല പൊന്തിച്ച് പിടിച്ചിരിക്കുന്ന മൂന്നാമത്തെ കുട്ടി അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു കുട്ടിയാണ്. അതേ കണ്ടോ, ആ മൂന്നാമത്തെ കുട്ടി അതാ കുട്ടിയാണ് ഞാൻ പറഞ്ഞ കേട്ടോ. ഇതൊരു നല്ല കുട്ടിയാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒത്തിരി കൊമ്പൊക്കെ ബാക്കിലേക്ക് ചുളിഞ്ഞ് നിൽക്കണ കണ്ടില്ലേ. ചെറിയൊരു പോത്താണ്, ചെറിയ കൊമ്പാണ്. മറ്റേ പോത്തിനാണ് അത്ര നീട്ടല്ലേ, പക്ഷെ പോത്ത് വൃത്തിയിൽ വരുന്നൊരു പോത്താണ്. അങ്ങനെ നമ്മളൊന്ന് സെലക്ട് ചെയ്ത് കൊമ്പൊക്കെ ചുരുണ്ടത് നല്ല ഇടനീട്ടതേ നിൽക്കുന്ന അടുത്ത മുതൽ കേട്ടോ. നമ്മൾ ഈ രണ്ടെണ്ണത്തിനൊന്ന് പിടിച്ചാലോ എന്ന് വെച്ചതാണ്, പക്ഷെ ആളുകൾ എണ്ണം കൂടിയപ്പോൾ നമ്മളത് പിടിക്കാൻ വേണ്ടെന്ന് വെച്ചു. ഇപ്പോൾ ഇടനിലക്കാരുടെ കച്ചവടത്തിൻ്റെ ഒരു സമയമാണ്. അതായത് നല്ല അടിപൊളി പോത്തുകൾ അങ്ങനെ അവർ സെലക്ട് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മുറയെ തപ്പി നമ്മുടെ പോത്ത് കർഷകർ നടക്കണ്ട, അതിൽ പണി കിട്ടാൻ സാധ്യതയുണ്ട്.